എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെ കമന്റുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ ഇത്ര മാത്രം വിശ്വസും ദുആയും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല, വാപ്പയും ഉമ്മയും കുറെ ക്ലിപ്പുകൾ ഞാൻ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതും പണ്ടെപ്പോഴും അപ്ലോഡ് ചെയ്ത ക്ലിപ്പുകളൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പണ്ടേ റിസ്വാനൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളത്. അതിൻ്റെ കൂടെ വാപ്പയും ഉമ്മയും സൽമാനിക്കയും സുൽത്താനിക്കയും ബാബിയും ഉമ്മച്ചോ കൊച്ചു കൊച്ച അപ്പൂസിക്ക എല്ലാവരും എൻ്റെ ബാങ്ക് അക്കൗണ്ട് അങ്ങ് നിറച്ചു തന്നു. അൽഹംദുലില്ലാ. പിന്നെ സൽമാക്കയും സുൽത്താക്കയും ബാബിയും ഗിഫ്റ്റുകൾ അയച്ച്, ബാബിയുടെ ഗിഫ്റ്റ് ഒരു അടിപൊളി വാച്ച് വരുന്നുണ്ട് സൂൺ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തു പറയാനാ, ഞാൻ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എല്ലാരും ഇങ്ങനെ കമന്റ് ചെയ്യുക, എല്ലാരും പറയാ ഇന്ന് അവരുടെ ബർത്ത്ഡേയാ, നാളെ അവരുടെ ബർത്ത്ഡേ, കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്ത, പക്ഷെ ഇപ്രാവശ്യം ആരും ഇല്ലെങ്കിലും ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു എനിക്ക്. പിന്നെന്തുവാ, ലൈക് സാധാരണ എപ്പോഴും കപ്പയും മീൻ കറിയൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഉമ്മ ഇല്ലല്ലോ ഇവിടെ വന്ന് കപ്പ ഉണ്ടാക്കാൻ. ഞാൻ കപ്പ ഉണ്ടാക്കാനും പോകുന്നില്ല. ബട്ട് ഇപ്രാവശ്യത്തെ ആണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യത്തെ രണ്ടാമത്തെ കപ്പയും മീൻകറി ഇല്ലാത്ത ബർത്ത്ഡേ. അത് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം. എന്തായാലും എല്ലാരും വിഷ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഓഫീസിലോട്ടേക്ക് ഇറങ്ങാനുള്ള കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളൊക്കെ ഒന്ന് താങ്ക് യു പറഞ്ഞിട്ട് പോണോന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എനിക്കാണെങ്കിൽ ഈ കിച്ചണിലെ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തേ ഓരോന്നും എടുക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇത്താ അത് എവിടെ നിന്നാണെന്നുള്ളത്. എല്ലാം കൂടി വാരി വലിച്ചെടുക്കാനായിട്ട് നോക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് ഭയങ്കര പാത്രങ്ങളോട് അത്രയും ക്രൈസാണ്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് ഇതിനുള്ളിലുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് മാന്നാർ ക്രാഫ്റ്റിൽ നിന്നും വരുത്തിച്ചതാണ് കേട്ടോ. അപ്പം ഇത് എല്ലാം പ്യുവർ ബ്രോൺസിൻ്റെതാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പം നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ നല്ല കുക്ക് വെയർസിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ആകുമ്പോഴേക്ക് കാലാകാലം നിൽക്കുകയും ചെയ്യും, നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരത്തുമില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് ബ്രോൺസ് നാച്ചുറൽ നോൺ സ്റ്റിക്ക് ദോശത്തവേനെ 11.5 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മസാല ദോശ, ഗീ റോസ്റ്റ്, ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് ബ്രോൺസിൻ്റെ പാലപ്പൻ ചട്ടിയാണ് കേട്ടോ. ചെറിയൊരു പാലപ്പച്ചട്ടിയാണ്. നല്ല ക്യൂട്ടല്ലേ. അതുപോലെ തന്നെ ഇത് അടുത്തതുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കടായിയാണ്. ഇതിൽ നമുക്ക് എഗ് റോസ്റ്റ്, പനീർ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇനിയാണ് താരം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത് ബ്രോൺസിൻ്റെ നമ്മളുടെ ഉരുളിയാണ്. ശരിക്കും ഓണമൊക്കെ വരെയല്ലേ, അപ്പം നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇവരുടെ ഈ മാന്നാർ ക്രാഫ്റ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കണ്ടോ, ഇത് പുട്ടുക്കുറ്റിയാണേ. എന്തൊരു ക്യൂട്ടല്ലേ കാണാനായിട്ട്. പിന്നെ അച്ചപ്പ ബേക്കർ, തവി, സ്പൂണ്, ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത ഐറ്റംസ് കേട്ടോ. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എൻ്റെ കയ്യിൽ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ദോശ ചുടാം. അപ്പം നമുക്ക് ആദ്യം പാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ പ്രീ സീസൺഡാണ് കേട്ടോ. അപ്പം നമ്മൾ സീസണിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതായത് നല്ലതുപോലെ ഞാനൊന്ന് കഴുകിയെടുക്കണേ. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുമാണ്. അപ്പം ശരിക്കും നമ്മൾ ഇതുപോലെയുള്ളതിലൊക്കെ കുക്ക് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പലരും, ഞാൻ ഇതിന് മുൻപും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കാണിക്കുമ്പോൾ ഈ താഴെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇന്ന് കാണിച്ച ഇത്രയും ഐറ്റംസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാന്നാർ ക്രാഫ്റ്റിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുക്കാം, നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ അതിൽ. അപ്പം ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇത് പ്രീ സീസൺ ചെയ്തെടുത്തതാണ്, നമ്മൾ സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്ത് വാങ്ങിയാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് സവാള ഉണ്ടല്ലോ
അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളിപ്പം സീസണിങ് കഴിഞ്ഞതാണെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്ക് കുറച്ചുകൂടി നമുക്ക് ഈസി ആവും. അപ്പം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടാണ് തീ വെച്ചിട്ടുള്ളത് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല. എന്നിട്ട് ഉള്ളി എല്ലായിടത്തും എത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാൻ ആ ഉള്ളിയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ പേജിൽ കയറി ചെക്ക് ചെയ്താൽ തന്നെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പം നല്ല സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത് അതൊന്ന് കഴുകി തുടച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഫ്ലെയിം എപ്പോഴും നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം ഒന്ന് പഠിക്കണം. അപ്പോൾ പിന്നെ എളുപ്പമാവും കേട്ടോ. നമുക്ക് പിന്നെ ദോശയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവർക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉണ്ട്. അപ്പം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എനിക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ വീണ്ടും ഒന്ന് വാഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നോർമലി നമ്മൾ ദോശ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം ശരിക്കും ഈ ഇങ്ങനെയുള്ള ബ്രോൺസിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തലമുറകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എനിക്ക് ഉപയോഗിക്കാം, എൻ്റെ സനമോൾക്ക് ഉപയോഗിക്കാം, ഇൻഷാ അല്ലാ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇപ്പം നോൺ സ്റ്റിക്ക് പോലൊന്നുമല്ല, വളരെ ഹെൽത്തിയാണ്. അപ്പം ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല, അത്ര നല്ലതല്ലേ. അപ്പം ഇത് നല്ല മൊരിഞ്ഞ ദോശയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതല്ലാത്തൊരു ദോശയും കൂടി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് നല്ല ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ആ കൂപ്പൺ കോഡും അതുപോലെ തന്നെ ഇവരുടെ ഫോൺ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, അടിപൊളിയാണ്. ശരിക്കും നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വർത്ത് തന്നെയാണ്. സൂപ്പർ അല്ലേ. ഇതിപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കേടുപാട് വരെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ടും നല്ലത്, നമ്മളുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ബ്രോൺസിൻ്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അടിപൊളി ദോശയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പലരും എൻ്റെ അടുത്ത് ഗരം മസാല എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഗരം മസാലയുടെ പാക്കറ്റില്ലേ അത് വാങ്ങിക്കും. പക്ഷേ അത് ഫുള്ളായിട്ട് അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഈ മസാലയും പെരിഞ്ജീരകവും അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തല്ലേ വരുന്നത്. അപ്പം ഞാനത് ഇങ്ങനെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ മസാലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിലിപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, പിന്നെ കശകശ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. ജാതിക്ക, എല്ലാ ഐറ്റംസും ഉണ്ടാവും, കുരുമുളക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം എടുക്കണം. പട്ടയൊക്കെ ഇവർ വെച്ചിരിക്കുന്ന കണക്കിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ വല്ലാതൊരു മത്തായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ കണക്കിന് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ കണ്ട, വിറക് കഷ്ണം പോലെയുള്ള കഷ്ണങ്ങളായിരിക്കും, പീസുകളായിരിക്കും നമ്മൾ ഇതുപോലത്തെ ഹോൾ ഗരം മസാലയുടെ വാങ്ങിക്കുമ്പോൾ പാക്കറ്റുകളിലുള്ളത് കേട്ടോ. അപ്പം നമ്മളുടെ കയ്യിൽ അല്ലാതെ ചെറിയ ഈ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ജാതിക്ക ഞാൻ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് തല്ലി പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ തോലിൻ്റെ ആവശ്യം വരുന്നില്ല, ഈ കുരു മാത്രം മതി. അപ്പം തോല് ഹാർഡായിട്ടുള്ളതല്ലേ, അപ്പം അത് ഞാൻ അങ്ങ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ ഒടിഞ്ഞുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒന്ന് തല്ലി പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പട്ടയെല്ലാം മാറ്റിയല്ലോ, അതുപോലെ തന്നെ ഈ ജാതിക്കയും ഒക്കെ അധികം കിടക്കുകയാണെങ്കിൽ ഒന്ന് മാറ്റും, കണക്കിന് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിന് മുൻപ് ഗരം മസാല ഉണ്ടാക്കിയപ്പോഴേക്ക് പലരും ചോദിക്കും, ഇത്ര പെരിഞ്ജീരകമൊക്കെ ഇത്രയും ചേർക്കോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാല നല്ല മണവും കറികൾക്ക് നല്ല രുചിയും തന്നെയാണ്. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ചില കറികളൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഈ ഗരം മസാലയുടെ കുത്ത് അനുഭവപ്പെടാറുണ്ട്. ആ കുത്ത് ഇതിൽ അനുഭവപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ ഏലക്കയും ഞാൻ ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ അഡീഷണൽ ഞാൻ എടുത്ത ഏലക്കായാണേ.
അപ്പം ഇതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഹോൾ ഗരം മസാല എന്ന് പറഞ്ഞ് ഇതുപോലത്തെ പാക്കറ്റ് കിട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഇത് കട്ട് ചെയ്ത് നേരെ അങ്ങിട്ട് വറുത്ത് പൊടിച്ചൊക്കെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. കാരണം വല്ലാതെ കവർപ്പായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനുള്ളത് കേട്ടോ. ഇതൊക്കെ പാക്ക് ചെയ്യുന്നവർ ആ പാക്കിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ വാരി അങ്ങ് അതിലേക്ക് ഒരു കണക്കിന് അങ്ങനെ ഇടുന്നതല്ലേ. അപ്പം ഞാൻ പെരിഞ്ചീരകവും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കശകശ അത് ഞാൻ അഡീഷണലായിട്ട് കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ് ഈ കശകശയൊക്കെ ഇട്ടെടുക്കുമ്പോഴേ കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗരം മസാലയൊക്കെ ഇതുപോലെ കുറേശ്ശെ ഉണ്ടാക്കി വെക്കണത് തന്നെയാണ് നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണവും ഗുണവും ഒന്നും നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ കുറച്ചാകുമ്പോഴേക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇത് ഒന്ന് വറുത്തെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് ഗരം മസാല എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ പല പാചകങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലതിനും ഉപയോഗിക്കുന്നതല്ലേ. അപ്പം ഇത് ഇങ്ങനെ തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. പിന്നെ നമ്മുടെ ഈ പെരിഞ്ചീരകവും ഈ കശകശയും ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ വയ്ക്കുന്നില്ല, ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് ഇനി ഒന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്ത ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ ഞാൻ നോക്കിയപ്പോഴേക്ക് 2 ക്യാപ്സിക്കം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അതാ കണ്ട ഒരു ഉണങ്ങിയതുപോലെ ആയി വരുന്നു. അപ്പം പിന്നെ ഇനി വെച്ചിരുന്നാൽ അത് ശരിയാകത്തില്ല. പിന്നെ ക്യാരറ്റും കുറച്ച് ഇതുപോലത്തെ ബീൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കണ്ടേ കണ്ടോ. എൻ്റെ അത് വല്ലാതെ അങ്ങ് ചുളുങ്ങിപ്പോയി ആ ഒരു ക്യാപ്സിക്കം. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ചീത്താക്കി കളയാൻ ഒട്ടും മനസ്സുള്ള ആളല്ല കേട്ടോ. ഞാൻ എൻ്റെ കണ്ണിൽ പെടാതെ പോയതാണ്. അപ്പോൾ ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി എല്ലിയും എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്ന് കഴുകാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്ക് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ട് നോക്കും ഇനി രാവിലത്തെ എന്തുണ്ടെന്ന്. അത് കണക്കാക്കിയാണ് ഞാൻ ഓരോന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് തോല് പൊളിക്കാൻ ഇങ്ങനെയാണ് എളുപ്പം കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലി വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുമ്പോഴേക്ക് അതിൻ്റെ മണ്ടയിലുള്ള ആ ഒരു ഇതെല്ലാം പുറത്തേക്ക് വരും. അപ്പം നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്യാരറ്റ് ഞാനൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ നമുക്ക് സവാളയൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കാം. അപ്പം ആദ്യം ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ടിങ് എളുപ്പമല്ലേ. അപ്പം ആദ്യം എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം പിന്നെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ. അപ്പം അവർക്ക് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിലൊക്കെ മാക്സിമം വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് ഇതുണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വെജിറ്റബിൾസിൽ റെഡിയാക്കി എടുക്കണം. പിന്നെ ബ്രൊക്കോളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികൾക്കും ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് തോല് പൊളിച്ച് അരിഞ്ഞെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ എടുക്കുകയാണേ ചെയ്യണത്. മുമ്പൊക്കെ മക്കളെ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അവരുടെ ടിഫിൻ ബോക്സിൽ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കുറേ ഇങ്ങനെ ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പം കുറേ സന്തോഷ നിമിഷങ്ങളാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ശരിക്കും അതൊക്കെ ഇപ്പം എനിക്ക് അങ്ങനെ ഇപ്പം ടിഫിൻ എനിക്ക് ആർക്കും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആകെ സൽമാന് മാത്രം ഓഫീസിൽ പോകുമ്പോൾ. അതിപ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത് പോലെ അല്ലല്ലോ വലിയവർക്കുള്ള ടിഫിൻ റെഡിയാക്കുക എന്ന് പറയുന്നത്. കൊച്ചുമക്കൾക്കൊക്കെ ടിഫിൻ റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് മക്കളെ സ്കൂളിലേക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ബീൻസ് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. പിന്നെ ക്യാപ്സിക്കമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ വാടി കിട്ടുന്ന വെജിറ്റബിൾ ആണ്. അപ്പം എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി കഴുകി എടുത്തുകൊണ്ട് വന്നത് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ.
പിന്നെ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 എണ്ണം മതിയാകും. പക്ഷേ എപ്പോഴും നല്ല ഗുണവും മണവും ഒക്കെ ഉള്ളത് ഈ ചെറിയ വെളുത്തുള്ളിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയേ. പാകത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബീൻസ് ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിൾസും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. പിന്നെ അതുകൊണ്ടാണ് ബീൻസ് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വാടിയ ശേഷം എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ആവേ ഒന്നുമില്ല. ഞാൻ ഇതൊന്ന് ഒതുക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മറ്റൊരു പാൻ എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു പാനിൽ തന്നെ ഇത് റെഡിയാക്കണതേ. അപ്പം നമുക്ക് എത്രയാണോ മുട്ട വേണ്ടത് അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 മുട്ടയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും, അതായത് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി, അതും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ മക്കൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മുട്ട പൊട്ടിച്ച വഴിക്ക് തന്നെ നമ്മൾ ഇളക്കരുതേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് പൊടിഞ്ഞ് നമുക്ക് മുട്ട കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ സ്ക്രാമ്പിളായിട്ട് മുട്ട കിട്ടുകയും ചെയ്യും. ഇനി ഞാനിവിടെ ഷെഷ്വാൻ സോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മണമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാനോയാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും ഇത് മസ്റ്റായിട്ട് വേണമെന്നുള്ളത്. ഇതൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ മിൻറ്റ് ലീഫും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പുതിന ഇല ചേർക്കുമ്പോൾ വളരെ കുറച്ച് 1-2 ഇല മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കണത്. ഇതിപ്പോൾ ഇഡ്ഡലി ആയിരുന്നുവെങ്കിൽ ഞാൻ വേറെ രീതിയിലായിരിക്കും ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം പുതിയ പുതിയ രീതിയിലായിരിക്കും റെഡിയാക്കി കൊടുക്കുന്നത്. കാരണം അപ്പോൾ പിന്നെ അവർക്ക് ഒരു രീതിയിലും ഇപ്പം നേരത്തെ കഴിച്ചതുപോലെ അത് തന്നെ ആ ഫുഡ് തന്നെ ഇപ്പോഴും എടുത്തോ എന്ന് ആരും ചോദിക്കത്തില്ല കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി മടക്കി ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതാണ് എളുപ്പം കേട്ടോ. സിസർ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, പക്ഷെ അതിൽ നിന്നൊക്കെ എളുപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണേ. ഈ ഒരു രീതിയിൽ നൂഡിൽസ് പോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യമായിട്ട് പല ടൈപ്പിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനിയിപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ ചപ്പാത്തി നൂഡിൽസും ഒക്കെ ചേർന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. ശരിക്കും ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട്. നമ്മൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു മണമാണ് വരുന്നത്. നല്ലതുപോലെ നമുക്ക് ഒരു 2 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇനിയിപ്പം ഞാൻ ഇത് ചൂടോടുകൂടി തന്നെ ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. സൂപ്പറല്ലേ. അപ്പം ഞാൻ കാണിച്ചു തരാമേ. ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ മീതെ വേണമെങ്കിൽ ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ബുൾസൈയും കൂടി റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണേ. അപ്പം നമ്മളുടെ ഗരം മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണേ. ഞാൻ ഒരു 2-3 ബാച്ചായിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു ജാറിൽ വെച്ചിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ബ്ലേഡിന് അത്രത്തോളം ഒരു ഇത് ഹാർഡായിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ അരിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. നല്ല മണം കേട്ടോ. പൊടിച്ചു വന്നപ്പോഴേക്ക്
അപ്പോൾ ഇതും നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചൂട് കാണും. അപ്പോൾ ആ ചൂടോടുകൂടി നമ്മൾ ബോട്ടിലിൽ നിറയ്ക്കരുതേ, എങ്കിൽ പിന്നെ പെട്ടെന്ന് ചീത്തായി പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് മാറ്റാവൂ കേട്ടോ. അപ്പം ഞാനെപ്പോഴും എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, അതിൽ നിറച്ച് വെക്കും. പിന്നെ ബാക്കിയുള്ളത് ദാ ഇതുപോലെ കണ്ടെയ്നറിലാക്കും. അപ്പം ഇത്രയും പൊടിച്ചെടുത്തപ്പം ആകെ എനിക്ക് കിട്ടിയത് അതാ ഇത്രയേ ഉള്ളൂ. കണ്ടോ, മാങ്ങ ചെത്താനെടുത്ത് ഇതാ നല്ല പുഴു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങള് പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ വന്നതേ ഉള്ളു. വന്നപ്പോഴാണ് ഫാബിയോള് പറയണത് ഇത് റിസ്വാൻ എന്നെ അടുത്ത് ഓരോ തവണ വിളിച്ചു ചോദിക്കും, ഉമ്മയമാപ്പ വന്ന. ഞാൻ പറയും ഇല്ല ഇതുവരെ വന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഭാബി ഒരു സാധനം വരും ഒന്ന് എടുത്തേക്കണേ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി എടുത്തതാണ് ഇത്. അപ്പൊ ഇത് സർപ്രൈസ് ആയിട്ട് ഉമ്മയ്ക്കും പാപ്പാക്കും അയച്ചു തന്നതാ, നമുക്ക് എല്ലാവർക്കും ആയിട്ട് അയച്ചതാന്ന് പറഞ്ഞു. സാധാരണ ബർത്ത്ഡേ കാരനല്ലേ നമ്മൾ അയച്ചു കൊടുക്കണത്, ഇത് അവൻ ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കണം. നമ്മുടെ റിസ്വാൻ ഇൻസ്റ്റാമാർട്ട് വഴി അല്ലേ? ഓ ഇൻസ്റ്റാമാർട്ട് വഴി. കാഷ്നട്ട്, പിന്നെന്തേ മെൻഡോസ്. എന്തായാലും ഇതൊന്നും എനിക്കല്ല, പിന്നെ കാഷ്നട്ട്, ഐസ്ക്രീം എല്ലാം താങ്ക് യു റിച്ചു. അപ്പൊ ഇതിൽ തന്നെ റിച്ചു സാറിന് അങ്ങനെയാണല്ലോ. താങ്ക് യു റിച്ചു. ഇതങ്ങ് ഫ്രീസറിൽ വെയ്യോളെ, ഇല്ലെങ്കിൽ അരിഞ്ഞു ഞാൻ വെക്കാം.